അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിലെ ചിലപ്പോ താങ്ങാൻ പറ്റാത്ത പ്രതിസന്ധികൾ വരുമല്ലോ. അപ്പോ എന്തിന് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു ശിക്ഷയല്ല, മറിച്ചൊരു വലിയ നിയോഗത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലോ? വിശുദ്ധ ഖുർആനിലെ 17-ാം ജുസ് നമ്മളെ കൊണ്ടുപോകുന്നത് അത്തരം ചില ആഴമേറിയ ചിന്തകളിലേക്കാണ്. അതെ, ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് ഈ ജുസിന്റെ ആത്മാവ് കിടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകൾ അതൊക്കെ അല്ലാഹുവിന്റെ കോപം കൊണ്ടാണോ, അതോ അവൻ നമ്മളെ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തതിന്റെ ഒരു ബഹുമതിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമുക്ക് 17-ാം ജുസിന്റെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. സൂറത്തുൽ അൻബിയാവ് തുടങ്ങുന്നത് തന്നെ മുന്നറിയിപ്പുകളെയൊക്കെ പുച്ഛിച്ചു തള്ളുന്ന, പരിഹസിക്കുന്ന ഒരു ജനതയെക്കുറിച്ചാണ്. വിചാരണാനാൾ തൊട്ടടുത്തെത്തിയിട്ടും അവരിതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ മുഴുകി ഒരുതരം അശ്രദ്ധയുടെ ലോകത്തായിരുന്നു. ആ അക്രമികൾക്ക് ഒരുതരം തെറ്റായ ധൈര്യം വന്നു. ഞങ്ങൾ എന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടും ഒരു ശിക്ഷയും വരുന്നില്ലല്ലോ എന്നൊരു ചിന്ത അതവരെ കൂടുതൽ ധിക്കാരികളാക്കി. ഓരോ തവണ പ്രവാചകനെ കളിയാക്കുമ്പോഴും ആകാശത്തുനിന്ന് ഇടി വീഴുന്നില്ലല്ലോ, അപ്പൊ പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു എന്നായിരുന്നു അവരുടെ ഒരു ലൈൻ. ഈയൊരു ഭീകരമായ അവസ്ഥയാണ് സൂറത്തുൽ അൻബിയായിലെ ആദ്യത്തെ ആയത്ത് വരച്ചു കാണിക്കുന്നത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅയ്ദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണയുടെ സമയം അടുത്തെത്തിയിരിക്കുന്നു, പക്ഷെ അവരോ അശ്രദ്ധയിൽ, അതായത് ഗഫ്ലത്തിൽ മുഴുകി ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് തിരിഞ്ഞുകളയുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണിത്. അപ്പോ ഈ സത്യം കേട്ടപ്പോ അവരെന്താ ചെയ്തതെന്നറിയോ? പലതരം ന്യായീകരണങ്ങൾ പറഞ്ഞു. ഇതൊന്നും കാര്യമാക്കണ്ട, വെറും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളാ. അല്ലെങ്കിൽ അല്ലല്ല, അവനിത് സ്വന്തമായിട്ടുണ്ടാക്കി പറയുന്നതാ. അതുമല്ലെങ്കിൽ അവനൊരു കവികളൊക്കെ പലതും പറയും. അവസാനം ശരി, എന്നാ പഴയ പ്രവാചകന്മാരെ പോലെ ഞങ്ങൾക്കൊരത്ഭുതം കാണിച്ചതാ. ഇങ്ങനെ പോയി അവരുടെ നിഷേധത്തിന്റെ രീതി. പക്ഷേ ഇവിടെയാണ് ഖുർആൻ നമ്മുടെ ചിന്താരീതിയെ മൊത്തത്തിലങ്ങ് മാറ്റിമറിക്കുന്നത്. ഈ പരീക്ഷണങ്ങളെല്ലാം ഒരു അപമാനമായി കാണുന്നതിനു പകരം അല്ലാഹുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു വലിയ അംഗീകാരമായി കണ്ടാലോ? ആ ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസം ഭയങ്കര വലുതാണ്. പരീക്ഷണത്തെ ശിക്ഷയായി കാണുന്നൊരാൾ നിരാശപ്പെട്ട് തകർന്നുപോകും. പക്ഷേ ഇന്ന് ഫലസ്തീനിലെയും ഗാസയിലെയും നമ്മുടെ സഹോദരങ്ങളെപ്പോലെ അല്ലാഹു ഈ ചരിത്രപരമായ ദൗത്യത്തിനായി നമ്മളെയാണ് തിരഞ്ഞെടുത്തതെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ഓരോ വേദനയും ഒരു ബഹുമതിയായി തോന്നും. ആ ഒരു തിരിച്ചറിവ് നൽകുന്ന ക്ഷമ, അതായത് സബർ, അതിന് വലിയൊരു ശക്തിയുണ്ട്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു ഇത് എത്ര ക്ലിയറായിട്ടാണ് നമ്മളോട് പറയുന്നതെന്നോ? ഹുവജ്തബാക്കും, അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് യാദൃശികമായി സംഭവിച്ചതല്ല, ഇതൊരു ദൈവീകമായ കൃത്യമായ തെരഞ്ഞെടുപ്പാണ്. ഖുർആനിൽ ഈ ഒരു ആശയത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇസ്തിഫാ. അൽ ഇസ്തിഫാ എന്താ ഇതിന്റെ അർത്ഥം? ഏറ്റവും മികച്ചതിനെ തെരഞ്ഞെടുക്കുക എന്ന്. അല്ലാഹു മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെയും ദൂതന്മാരെയും ഇസ്തിഫാ ചെയ്യുന്നു, അതായത് തെരഞ്ഞെടുക്കുന്നു. അതുപോലെ ചരിത്രത്തിലെ ചില നിർണായകമായ ദൗത്യങ്ങൾക്കായി ചില സമൂഹങ്ങളെയും അവൻ തെരഞ്ഞെടുക്കും. ഇതൊരു സാധാരണ കാര്യമല്ല, വലിയൊരു ബഹുമതിയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം വരുന്നത്. അല്ലാഹു ചില ആളുകളെ ഒരു വലിയ പരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്നു, ശരി. പക്ഷേ അതിന് സാക്ഷികളാകുന്ന നമുക്കെന്താണ് ഉത്തരവാദിത്തം? നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? അതും നമ്മുടെ ഈമാനിന്റെ ഒരു ടെസ്റ്റ് തന്നെയാണല്ലേ? അപ്പോ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ ഉറച്ചാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? ആക്ഷനാണ്. അടിച്ചമർത്തലുകൾ കാണുമ്പോ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. ഖുർആൻ തന്നെ നമുക്ക് മുന്നോട്ട് വെക്കുന്ന പ്രതിരോധത്തിന്റെ വഴികളുണ്ട്. ഖുർആൻ ഈ സാഹചര്യത്തില് 2 ശക്തമായ വഴികളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഹിജ്റ, അതായത് പലായനം. ഇത് പേടിച്ചോടുന്ന ഒളിച്ചോട്ടമല്ല, മറിച്ച് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാനും പുതിയൊരു തുടക്കം കുറിക്കാനുമുള്ള വളരെ സ്ട്രാറ്റജിക്കായൊരു മൂവാണ്. 2 ജിഹാദ്, അതായത് സമരം. അന്യായമായി ആക്രമിക്കപ്പെടുമ്പോൾ, സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ തിരിച്ചു പ്രതിരോധിക്കാനും പോരാടാനും അല്ലാഹു തരുന്ന അനുവാദമാണത്. ഇവ രണ്ടും അനീതിക്കെതിരെയുള്ള ആക്റ്റീവായ പ്രതികരണങ്ങളാണ്. ഇതിലെ ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഈ അനുവാദമൊക്കെ നൽകുന്ന അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ഹജ്ജ്. ഇത് അവതരിക്കുന്നത് എപ്പോഴാണെന്നോ? വിശ്വാസികളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി അവർക്ക് ഹജ്ജ് ചെയ്യാൻ പോലും പറ്റില്ലാന്ന് തോന്നിയ അത്രയും നിരാശാജനകമായ ഒരു സാഹചര്യത്തിൽ. എല്ലാം തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് അല്ലാഹു വിജയത്തിലേക്കുള്ള വാതിൽ തുറന്നു തരുമെന്നതിന്റെ എന്തൊരു വലിയ സൂചനയാണിത്.
അല്ലാഹു പ്രതിരോധിക്കാൻ അനുവാദം തന്നു എന്ന് മാത്രമല്ല, അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് അവൻ നൽകുന്ന സഹായത്തെക്കുറിച്ച് ഒരിക്കലും തെറ്റാത്ത ഒരു വാഗ്ദാനം കൂടെയുണ്ട്. നമുക്കതിലേക്കൊന്ന് പോകാം. സൂറത്തുൽ ഹജ്ജില് അല്ലാഹു തരുന്ന വാഗ്ദാനത്തിന്റെ ഒരു ഭംഗി നോക്കൂ. അവന്റെ മാർഗത്തിൽ ഹിജ്റ പോകുകയും പിന്നീട് ആ വഴിയിൽ വെച്ച് കൊല്ലപ്പെടുകയോ, അതായത് രക്തസാക്ഷിയാവുകയോ അല്ലെങ്കിൽ സാധാരണ മരണം സംഭവിക്കുകയോ ചെയ്താൽ പോലും ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന, അല്ലാഹു അവർക്ക് തീർച്ചയായും ഏറ്റവും നല്ല ഉപജീവനം, അതായത് റിസ്ക് നൽകുക തന്നെ ചെയ്യും. കാരണം അവൻ തന്നെയാണല്ലോ ഏറ്റവും നന്നായി നൽകുന്നവൻ. ഇവിടെയാണ് ഈ ഉമ്മത്തിന്, അതായത് മുഹമ്മദ് നബിയുടെ സമുദായത്തിന് ഒരു പ്രത്യേക ഉത്തരവാദിത്വം വരുന്നത്. പഴയകാലത്തെ സമുദായങ്ങളെപ്പോലെ ശത്രുക്കളുടെ മേൽ ആകാശത്തുനിന്ന് കൂട്ടശിക്ഷ വരാൻ കാത്തിരിക്കുക എന്നല്ല നമ്മുടെ പണി. നമ്മുടെ പണി പ്രവർത്തിക്കുക എന്നതാണ്. അനീതിക്കെതിരെ നിലകൊള്ളുക, സമരം ചെയ്യുക. റിസൾട്ട് തരുന്നത് അല്ലാഹുവാണ്. നമ്മുടെ ഭാഗം ഭംഗിയായി ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ആശയം ഖുർആൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറു. തന്നെ സഹായിക്കുന്നവരെ അല്ലാഹു തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ അൽ കവിയുവാണ്, അതായത് അതിശക്തൻ, അൽ അസീസാണ്, പ്രതാപശാലി. കണ്ടില്ലേ, നമ്മുടെ എഫോർട്ടും അല്ലാഹുവിന്റെ സഹായവും തമ്മിൽ എങ്ങനെയാ കണക്റ്റായിരിക്കുന്നെന്ന്? ഇതിന്റെയൊക്കെ അടിത്തറ എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസ് ഖുദ്സിയിൽ അല്ലാഹു പറയുന്നൊരു കാര്യമുണ്ട്. അന എന്ത ദന്യ അബ്ദി ബി. എന്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ഞാൻ അവന്റെ ആ ധാരണയ്ക്കൊപ്പമാണ്. അല്ലാഹു സഹായിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആ സഹായം ഉറപ്പായും വരും. അതാണ് ആ ബന്ധത്തിന്റെ സൗന്ദര്യം. അപ്പോ ഈ ഒരു ചർച്ചയുടെ അവസാനം നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ചരിത്രത്തിലെ ഈയൊരു നിർണായക നിമിഷത്തിന്, ഈ പരീക്ഷണങ്ങൾക്ക് സാക്ഷിയാകാനും അതിലൊരു ഭാഗമാകാനും അല്ലാഹു തിരഞ്ഞെടുത്തത് നിങ്ങളെയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും?